അല്ല മോള് കയറുന്നില്ലേ? ഇല്ല ചാ, എനിക്ക് ഓഫീസിൽ അർജന്റായിട്ട് എത്തേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് വാ 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 മോളെ, നമുക്കേ ഭാമയായിട്ടുള്ള വഴക്കൊക്കെ പറഞ്ഞു തീർക്കാം. പിന്നെ ആ സമയത്ത് എനിക്ക് ദേഷ്യമൊക്കെ ഉള്ളന്നേ. വാശിയുടെ പുറത്തെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നും ഇരിക്കും. അതൊന്നും മോള് കാര്യമൊന്നും ആക്കണ്ട. ഇല്ല ചാ, എനിക്ക് പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ വരും. സത്യമ്മയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. അച്ഛൻ ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ. ആ കമല പറഞ്ഞു. എടുത്തമേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. എന്ത്, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഒന്ന് ഇവിടം വരെ വരാവോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ശരി ശരി, ഞാനിപ്പോ വരാം. ആ രാമേട്ടാ, നമുക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്കാ പോവണ്ടേ? ശരി അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. അമ്മ വന്നു. അമ്മേ അമ്മേ അല്ല മക്കൾ മരുന്നപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നിട്ട് ഉടനെ പോവാന്നോ? അപ്പൊ ഞങ്ങൾക്ക് പിന്നെ സ്കൂളിൽ പോണ്ടേ? ഓ അച്ഛാ, അത് ഓർത്തില്ല. എങ്ങനെ ഓർക്കാനാ? ഒച്ചാച്ചന് ഓട്ടം കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? കണ്ണ് തെറ്റി ഇറങ്ങിപ്പോക്ക. എനിക്കെന്റെ കുട്ടികളെ കണ്ടിരിക്കാൻ പറ്റത്തില്ല. അവര് വിളിച്ചോണ്ട് വരാൻ വേണ്ടി തന്നെ പോയത്. ഞാനേ എന്നോട് കൊണ്ടാക്കിയതേ ശാല്യ കണ്ടാ. കണ്ടില്ലേ? ഇനി അവള് വരാന്നും പറഞ്ഞു. സത്യം പപ്പി, മക്കള് ശിവനങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് ചെല്ല്. അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. അച്ഛാ, ഞാനെന്നാ. ശരി. ശിവനങ്ങളെ നമുക്ക് പോവാം. ഭാമേ, ഈ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ. കൃത്യമായിട്ട് പറഞ്ഞാലേ വെള്ളത്തിന് മുകളിലെ നീർക്കുമുള പോലെ. അത്രയും ആയുസുള്ള ജീവിതം വെച്ചോണ്ടേ നമ്മൾ ആരോടാ ഈ വാശിയും വരൊക്കെ കാണിക്കുന്നേ? നമ്മുടെ മക്കളല്ലയോ? എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ക്ഷമിക്കരുതോ? നമ്മളല്ലാതെ നമ്മളെ മക്കളടുത്ത് ക്ഷമിക്കാൻ വേറെ ആരാ ഉള്ളേ? എടാ മക്കളെ വിഷ്ണുവേ, നീ വൈകിട്ട് വരുമ്പോഴേ അവളെ ശാലിനോട് കൂട്ടിക്കൊണ്ട് വരണേ. അവൾ ഇവിടെ വേണോടാ. ഈ വീടാവുന്നതേ പപ്പിയും സത്യേക്കും ഉള്ളോണ്ടാ. അവളുടെയും ഇവരുടെയും ഒച്ചയും ബഹളമൊക്കെ ആടാ ഈ വീടിന്റെ സന്തോഷം. ആ സന്തോഷം ഇല്ലാതായ ഈ വീട് എന്തിനു കൊള്ളാം?